ഫ്രണ്ട്സ്, എല്ലാവർക്കും തിരുവിരുന്നിന്റെ പുതിയ എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം. നമ്മൾ ഓരോരുത്തരും ഓരോ കുടുംബങ്ങളിലാണ് ജീവിക്കുന്നതും വളരുന്നതും. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സുഖമാണോ? സന്തോഷമാണോ? എന്നാൽ നമുക്ക് സന്തോഷത്തോടെ ഈശോയ്ക്ക് ഒരു പ്രൈസ് ദി ലോർഡ് പറഞ്ഞാലോ? സിസ്റ്റർ ആദ്യം പറഞ്ഞു തരാം, നിങ്ങൾ ഏറ്റു പറയണം. പ്രൈസ് 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 ദി ലോർഡ്. 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 നിങ്ങൾക്കൊക്കെ നല്ല കൂട്ടുകാരുണ്ട് അല്ലേ? ഹാൽഡിന്റെ കൂട്ടുകാരനെ ഒന്ന് പറയാമോ? ആഞ്ചലോ. ആഞ്ചലോ. ആൽഫിയുടെ കൂട്ടുകാരി ഒന്ന് പറഞ്ഞു തരാമോ? ആൽഫി. ആൽഫി. അൽഫോൻസയുടെ കൂട്ടുകാരി ആരാ? റോസ്മെരിയ. റോസ്മെരിയ. നമുക്ക് എല്ലാവർക്കും കൂട്ടുകാരുണ്ട്. എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ കൂട്ടുകാരെ സെലക്ട് ചെയ്യാൻ കാരണം? റിയയുടെ കൂട്ടുകാരി സെലക്ട് ചെയ്യാൻ കാരണം എന്താ? നല്ല സ്വഭാവം. നല്ല സ്വഭാവം ഉണ്ട് അല്ലേ? അൽഫോൻസയുടെ കൂട്ടുകാരിയെ സെലക്ട് ചെയ്യാൻ കാരണം എന്താ? മറ്റുള്ളവരെ നന്നായിട്ട് പെരുമാറും. മറ്റുള്ളവർ നന്നായിട്ട് പെരുമാറുന്നത് കൊണ്ട്. സെബാസ്റ്റ്യന്റെ കൂട്ടുകാരനെ സെബാസ്റ്റ്യൻ സെലക്ട് ചെയ്യാൻ കാരണം എന്താ? നല്ല പെരുമാറ്റം. നല്ല പെരുമാറ്റമാണ്. നമ്മളൊക്കെ നമ്മുടെ കൂട്ടുകാരെ ഇങ്ങനെ തിരഞ്ഞെടുക്കുന്നതിന് നമ്മൾ അവരുടെ സവിശേഷതകൾ നോക്കാറുണ്ടല്ലേ? അവർ നല്ല സ്വഭാവമാണോ, നല്ല പെരുമാറ്റമാണോ, അവരുടെ കൂടെ കൂട്ടുചേർന്നാൽ നല്ലതാണോ എന്നൊക്കെ. ഇങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ടവരെയാണ് നമ്മൾ പലപ്പോഴും നമ്മുടെ കൂട്ടുകാരായിട്ട് സെലക്ട് ചെയ്യുന്നത്. നമുക്ക് കൂട്ടുകാരുടെ അടുത്തിരിക്കാൻ ഇഷ്ടമാണ്, കൂട്ടുകാരോട് സംസാരിക്കാൻ ഇഷ്ടമാണ്, അവരുടെ കൂടെ ഭക്ഷണം കഴിക്കാൻ ഇഷ്ടമാണ്. നമുക്ക് ഏറ്റവും ക്ലോസ് ആണ് നമ്മുടെ കൂട്ടുകാർ അല്ലേ? അപ്പോൾ നമ്മളിപ്പോഴും അവരുടെ സവിശേഷതകൾ, നമ്മൾ സെലക്ട് ചെയ്യുന്ന കൂട്ടുകാരുടെ പ്രത്യേകതകളൊക്കെ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ സ്വഭാവത്തിൽ വന്നു ചേരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഏറ്റവും നല്ല കൂട്ടുകാരെയാണ് നമ്മളിപ്പോഴും സെലക്ട് ചെയ്യുന്നത്. ഈ കൂട്ടുകാർ നമ്മളോട് പിണങ്ങിയാൽ നമുക്ക് എന്താ തോന്നുക? എന്തായിരിക്കും തോന്നുന്നത്? മോളെന്ന് പറഞ്ഞേ. സങ്കടം തോന്നും, അവരോട് കൂട്ടുകൂടാൻ തോന്നും. അവരോട് നമുക്ക് പിണങ്ങിയാൽ സങ്കടം തോന്നും, വീണ്ടും അവരോട് കൂട്ടുകൂടാനായിട്ട് തോന്നും അല്ലേ? റോസ്മെരിയുടെ കൂട്ടുകാരി പിണങ്ങിയാൽ റോസ്മെരിക്ക് എന്തായിരിക്കും തോന്നുന്നത്? സങ്കടം തോന്നും. സങ്കടം തോന്നും. സങ്കടം തോന്നിയിട്ട് നമ്മൾ അവരോട് പോയി മിണ്ടാനായിട്ട് ആഗ്രഹിക്കും. ഇതുപോലെ നമ്മുടെ കൂട്ടുകാർ പിണങ്ങി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര സങ്കടമാണ്, അസ്വസ്ഥതയാണ് അല്ലേ? അപ്പോൾ നമ്മുടെ കൂട്ടുകാർ ഒരിക്കലും പിണങ്ങരുതെന്നും കൂട്ടുകാർ നമ്മുടെ അടുത്ത് വിട്ടുപോകരുതെന്നും ഒക്കെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുന്ന കൂട്ടുകാരുടെ അടുത്തിരിക്കാനാണ്, കൂട്ടുകാരുടെ കൂടെ ഭക്ഷണം കഴിക്കാനാണ്, ഇങ്ങനെ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് സ്ഥാപിക്കാൻ നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്നവരാണല്ലേ? അങ്ങനെയാണെങ്കിൽ ഒരു കൊച്ചു ഗെയിം കളിച്ചാലോ? ഇപ്പം റെഡിയല്ലേ? കൂട്ടുകാരെ, നിങ്ങൾ ആകാംക്ഷാപൂർവ്വം കാത്തിരുന്നത് ഗെയിമിന് വേണ്ടിയല്ലേ? നമുക്കെല്ലാവർക്കും ഗെയിം കളിച്ചാലോ? ഗെയിം കളിക്കാൻ ആഗ്രഹമുള്ള 6 പേര് എഴുന്നേറ്റ് വരാമോ? ഗെയിം ഇങ്ങനെയാണ്. ഞാൻ 3 പേപ്പർ ഷീറ്റ് ഇവിടെ ഇടും. ഇവര് 2 പെയർ വീതം ഈ ഷീറ്റിന്റെ പുറത്ത് കയറി നിന്നിട്ട് ഇത് മാക്സിമം ചെറുതാക്കുക. എത്രമാത്രം ചെറുതാക്കാൻ പറ്റുമോ അത്രമാത്രം ചെറുതാക്കണം. പക്ഷേ കാല് പുറത്തു പോകാൻ പാടില്ല. റെഡി? 1 2 3. മാക്സിമം നിങ്ങൾക്ക് ചെറുതാക്കാം പേപ്പർ. ഓക്കെ, ഗെയിം കഴിഞ്ഞിരിക്കുന്നു. ഒരു ഗ്രൂപ്പ് ഔട്ടായി. ഓക്കെ, കയറിയിരിക്കാം. ഗെയിം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. ഈ ഗെയിമിലൂടെ നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? സ്നേഹത്തോടെ അവർ കളിക്കുന്നു. സ്നേഹത്തോടെ അവർ കളിക്കുന്നു എന്നിട്ട് നമുക്ക് മനസ്സിലായി അല്ലേ? നല്ല സഹകരണം ഉണ്ടായിരുന്നു. നല്ല സഹകരണം ഉണ്ടായിരുന്നു. നല്ല യാഗം, നല്ല ത്യാഗം എടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പം നമ്മൾ ഈ ഗെയിമിലൂടെ നമുക്ക് മനസ്സിലായി ഇവർ വളരെ ത്യാഗത്തോടുകൂടെ വളരെ കഷ്ടപ്പെട്ട് അവരുടെ കാലൊന്നും പുറത്തു പോകാത്ത വിധം ഒരുമിച്ച് ചേർന്നിരിക്കാൻ അവർ ആഗ്രഹിച്ചു. ഗെയിമിൽ പരാജയപ്പെടാൻ അവർ ആഗ്രഹിച്ചില്ല, വിജയിക്കാനാണ് അവർ ആഗ്രഹിച്ചത്. കാരണം എന്താ? ഇവിടെ ഒരു നല്ല സ്നേഹബന്ധം ഉണ്ടായിരുന്നു അല്ലേ? ഒരു നല്ല ത്യാഗം ഉണ്ടായിരുന്നു. മറിച്ച് ഒത്തിരി സഹനം അവർ സഹിച്ചിട്ടുണ്ട് ഈ ഗെയിമിലൂടെ. അപ്പം നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ ഒരുപാട് ത്യാഗം ചെയ്യേണ്ടി വരും. നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടി ത്യാഗം ചെയ്യേണ്ടി വരും. ഈശോ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്നു. ഈശോ എപ്രകാരമാണ് മാതാപിതാക്കൾക്ക് വിധേയനായതെന്ന് ഈ ക്ലാസ്സിലൂടെ നമുക്ക് മനസ്സിലാക്കിയാലോ? ഒരു നല്ല കുടുംബത്തെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്. ആ കുടുംബം ഏതാണെന്ന് പറയാൻ പറ്റും? ബെഞ്ചമിൻ? തിരുക്കുടുംബം.
തിരുക്കുടുംബം. ആരൊക്കെയാണ് തിരുക്കുടുംബത്തിലുള്ളത്? നമ്മളൊന്ന് പറഞ്ഞേ. യോസേപ്പിതാവ്, മാതാവ്, ഉണ്ണീശോ. യവസേ പിതാവ്, മാതാവ്, ഉണ്ണീശോ. ഇനി ഈ തിരുക്കുടുംബത്തിൽ ചില പ്രത്യേകതകളുണ്ടല്ലേ, അതെന്തൊക്കെയായിരിക്കും? മോളൊന്ന് പറഞ്ഞേ. പ്രാർത്ഥനാശീലമുള്ള കുടുംബമാണ്. പ്രാർത്ഥനാശീലം ഉണ്ടായിരുന്നു. ആർക്കായിരുന്നു തിരുക്കുടുംബത്തിൽ പ്രാർത്ഥനാശീലം? കെവിൻ? മാതാവ്. മാതാവിന്. മാതാവ് എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അല്ലെ. ഇനി യവസേ പിതാവ് എന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്? അബിൻ പറഞ്ഞേ. അധ്വാനശീലം. അധ്വാനശീലം ഉണ്ടായിരുന്നു. ഇനി നമ്മുടെ ഉണ്ണീശോ തിരുക്കുടുംബത്തിലുണ്ടായിരുന്നല്ലേ. തിരുക്കുടുംബത്തിൽ ഉണ്ണീശോയുടെ പ്രധാനപ്പെട്ടത്, ഉണ്ണീശോ എന്താണ് ചെയ്തത്? ഈശോ വിധേയത്വത്തോടെ ജീവിച്ചു. ഈശോ വിധേയത്വത്തോടെ തിരുക്കുടുംബത്തിൽ ജീവിച്ചു. അപ്പോൾ പ്രധാനമായിട്ടും തിരുക്കുടുംബത്തിലെ സവിശേഷത എന്ന് പറഞ്ഞാൽ മാതാവ് പ്രാർത്ഥനയുടെ ഒരു വ്യക്തിയായിരുന്നു അല്ലെ. മാതാവ് പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഈശോയും യവസേ പിതാവും പ്രാർത്ഥിക്കുമായിരുന്നു. ഇനി തിരുക്കുടുംബത്തിലെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഠിനാധ്വാനം. കുടുംബത്തെ സംരക്ഷിക്കാൻ വേണ്ടി യവസേ പിതാവ് ഈശോയ്ക്കും മാതാവിനും വേണ്ടി ഒത്തിരി അധ്വാനിക്കുമായിരുന്നു. നിശബ്ദമായി യവസേ പിതാവ് അധ്വാനിക്കുമായിരുന്നു. അപ്പോൾ ഈശോ മാതാവും യവസേ പിതാവിന് താങ്ങും തണലുമായിട്ട് എപ്പോഴും കൂടെയുണ്ടായിരുന്നു. ഇനി തിരുക്കുടുംബത്തിൽ ഈശോ ചെയ്തത് എന്താണെന്നാ? ഈശോ ചെയ്തത് തൻ്റെ മാതാപിതാക്കളെ അനുസരിച്ചു, അവരെ ബഹുമാനിച്ചു, അവരെ സ്നേഹിച്ചു. അങ്ങനെ ഒരു കുടുംബം തിരുക്കുടുംബമായി തീരുന്നത് സ്നേഹവും സന്തോഷവും പ്രാർത്ഥനയും ഒരുമിച്ച് ചേരുമ്പോഴാണ്. നമുക്കറിയാം നമ്മുടെ കുടുംബങ്ങളിൽ നിങ്ങളുടെ പപ്പയിൽ നിന്നും നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എന്താ? സ്നേഹം. സ്നേഹം. നിങ്ങളുടെ പപ്പ സ്നേഹിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അല്ലേ. ആൽഫിയുടെ മമ്മി ആൽഫിക്ക് എന്ത് ചെയ്തു തരണമെന്ന് ആൽഫി ആഗ്രഹിക്കുന്നേ? നമ്മുടെ കാര്യങ്ങളെല്ലാം അറിഞ്ഞു ചെയ്യണം. നമ്മുടെ കാര്യങ്ങളെല്ലാം അറിഞ്ഞു ചെയ്യണം. ആഗ്നസ് എന്താ ആഗ്രഹിക്കുന്ന മമ്മിയിൽ നിന്ന്? പഠിത്തത്തിലെല്ലാം സഹായിക്കണം. ഇങ്ങനെ നമ്മുടെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് പഠിത്തത്തിലൊക്കെ സഹായിച്ച് നല്ലൊരു മമ്മിയെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അല്ലേ. ഇനി മറ്റെന്തെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ? മോൾ എന്താ ആഗ്രഹിക്കുന്ന മമ്മിയിൽ നിന്ന്? നല്ല സ്നേഹവും എല്ലാം തരണമെന്ന്. നല്ല സ്നേഹം ഉണ്ടായിരിക്കണം. അപ്പം നമ്മൾ ഈ ഗെയിമിൽ നിന്ന് കണ്ടതുപോലെ ഒരുമിച്ച് സ്നേഹിച്ച് വളരുന്ന നല്ല കുടുംബങ്ങളാണ് എന്നും തിരുക്കുടുംബങ്ങളായിട്ട് മാറുന്നത്. ഇനി നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ മറ്റുള്ളവരോട് സ്നേഹം, നമ്മുടെ മാതാപിതാക്കളോട് സ്നേഹം, സഹോദരങ്ങളോട് സ്നേഹം ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ തന്നെ ഒരു തിരുക്കുടുംബമായിട്ട് മാറും. നമ്മുടെ ഉള്ളിൽ നല്ല കഠിനാധ്വാന ശീലമുണ്ടെങ്കിൽ, മറ്റുള്ളവരെ സംരക്ഷിക്കുന്ന ശീലമുണ്ടെങ്കിൽ, ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ ഒരു തിരുക്കുടുംബമായിട്ട് മാറും. ഇനി ഉണ്ണീശോയെ പോലെ മാതാപിതാക്കൾക്ക് വിധേയപ്പെട്ട് അവരെ സ്നേഹിച്ച് അവർ പറയുന്നതൊക്കെ അനുസരിച്ച് നല്ല കുട്ടികളായിട്ട് വരുമ്പോൾ നമ്മൾ തന്നെ ഒരു തിരുക്കുടുംബമായിട്ട് മാറും. അപ്പോൾ നമ്മുടെ കുടുംബങ്ങളും അങ്ങനെ തിരുക്കുടുംബങ്ങളായിട്ട് മാറാനായിട്ട് സാധിക്കും. അപ്പോൾ തിരുക്കുടുംബത്തിലാണ് ഏറ്റവും നല്ല കൂട്ടുകാർ നമുക്കുള്ളത്. ആരൊക്കെയാ തിരുക്കുടുംബത്തിലെ നമ്മുടെ കൂട്ടുകാര്? യോസേ പിതാവ്, മാതാവ്, ഉണ്ണീശോ. ഇവർ നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായി. ഇന്ന് നമുക്കറിയാം അല്ലേ, ആധുനിക ലോകത്തില് കുടുംബങ്ങൾ ഒത്തിരി നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് അല്ലേ, വിഭജിച്ച് പോകുന്നുണ്ട്. കാരണം എന്തായിരിക്കും? മോളൊന്ന് പറഞ്ഞ് എന്താണ് കാരണം? നമ്മുടെ ആധുനിക ലോകത്തിലെ കുടുംബങ്ങളൊക്കെ ഇങ്ങനെ ഭിന്നമായി പോകാൻ കാരണം എന്താ? അച്ഛനും അമ്മയും തമ്മിലുള്ള വഴക്ക് മൂലം കുഞ്ഞുങ്ങളെല്ലാം അനാഥരാകുന്നു. അച്ഛനും അമ്മമാരും പരസ്പരം വഴക്കടിക്കുന്നത്. കാരണം എന്താ? ഇങ്ങനെ ഇവര് പരസ്പരം വഴക്കടിക്കാൻ കാരണം എന്താ? അവിടെ പ്രാർത്ഥനാശീലമില്ല, അവിടെ സംരക്ഷിക്കുന്ന ഒരു ശീലമില്ല, അവിടെ അനുസരണത്തിൻ്റെയും വിധേയത്തിൻ്റെയും ഒരു ശീലമില്ല. അതുകൊണ്ടല്ലേ. അപ്പോൾ നമ്മുടെ കുടുംബങ്ങളൊക്കെ ഇങ്ങനെ അനുസരണവും പ്രാർത്ഥനാശീലവും അധ്വാന ശൈലിയും ഒക്കെയുള്ള കുടുംബങ്ങളായിട്ട് വളരണം. ഇനി നമുക്ക് കൊച്ചു മോണൈറ്റ് കണ്ടാലോ? നിങ്ങൾക്ക് മോണൈറ്റ് ഇഷ്ടമാണോ? ഇഷ്ടമാണ്. എന്നാൽ നമുക്ക് ഒരു നല്ല മോണൈറ്റ് അവതരിപ്പിക്കാൻ ഇന്ന് നമ്മുടെ കൂടെ അനോൾഡയുണ്ട്. നമുക്ക് അനോൾഡയെ കൈയടിച്ച് സ്വീകരിക്കാം. പ്രിയ കൂട്ടുകാരെ, അച്ഛനും അമ്മയെ പിരിയുന്നതിലൂടെ അനാഥമാക്കപ്പെടുന്ന ഒരു കുരുന്ന ബാലത്തിന്റെ നൊമ്പരമാണ് എൻ്റെ ഈ കൊച്ചു മോണാക്റ്റിലൂടെ നിങ്ങളുടെ മുൻപിൽ ഞാൻ അവതരിപ്പിക്കുന്നത്. എൻ്റെ ഫോൺ ഞാൻ എവിടെയാ വെച്ചേ? ഫോൺ ഈ വീട്ടിൽ ഒരു സാധനം വെച്ചെടുത്ത് കാണത്തില്ല. FB പുതിയ എന്തൊക്കെ പോസ്റ്റാ വന്നേ നോക്കിയേക്കാം. എൻ്റെ ദൈവമേ, എന്നാ നല്ല സാരിയാ ഇത്. ഇങ്ങനൊരു സാരി എനിക്ക് കിട്ടുമായിരുന്നെങ്കിൽ. അതെങ്ങനെയാ? ഇങ്ങേറൂടെ വന്നേ പിന്നെ നല്ലൊരു ജീവിക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. ഇതൊക്കെ കണ്ട് ഇങ്ങനെ പോവാ. എന്തെങ്കിലും ഒരു യോഗം എനിക്ക് ഉണ്ടായാൽ മതി. അതിൻ്റെ ഈശ്വരാ. മേരി, എടി മേരിയേ,
നീ ഇത് എവിടെ പോയി കിടക്കുവാടി? 1/2 മണിക്കൂർ ചായ ചോദിച്ചിട്ട്. എന്നാ മനുഷ്യരുടെ കിട തൊള്ള ഓർക്കുന്നേ? ഒരു ഗ്ലാസ് ചായ വേണം, തനി അങ്ങ് എടുത്തു കുടിച്ചൂടെ? എല്ലായിടത്തും എൻ്റെ കൈ തരുന്നുണ്ടോ? അല്ല, ഇതിനകത്ത് എന്നാ മല മറിക്കുന്ന പണിയാ നീ അവിടെ? ആഹാ, ഇതായിരുന്നല്ലേ. എന്താടി ഇവരുടെ ഭയങ്കര ഒരുക്കമൊക്കെ. ഞാൻ നിന്റെ മാറ്റം കുറച്ച് നാളായിട്ട് ശ്രദ്ധിക്കുക. എനിക്കെല്ലാം മനസ്സിലാവുന്നൊക്കെ ഉണ്ട്. അമ്മേ, 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 ആ അമ്മേ, ഇത് കണ്ടോ? എനിക്ക് കിട്ടിയ ട്രോഫിയാ. അങ്ങോട്ട് ട്രോഫി മാറി നിൽക്കടി അങ്ങോട്ട്. അയ്യോ, എൻ്റെ ട്രോഫി. ഞാൻ എത്ര സന്തോഷത്തോടെ ഈ ട്രോഫി അമ്മയെ കാണിക്കാൻ ഓടി വന്നതാ. അമ്മ ഒന്ന് നോക്കിയത് പോലും ഇല്ല. അച്ഛാ, ഇത് കണ്ടോ? മോക്ക് കിട്ടിയ ട്രോഫി. പോയിക്കോണം അവിടുന്ന്. ആനക്കാര്യത്തിനിടയ്ക്ക് അവളൊരു ചേന കാര്യം. ആർക്കും എന്നെ ഇഷ്ടമില്ല. അല്ല, മുമ്പേ നിങ്ങൾ എന്നാ മനസ്സിലായിന്നാ പറഞ്ഞേ? എന്തെങ്കിലും മനസ്സിലാക്കി കേമായിപ്പോയി. ഞാൻ എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യും, ഇഷ്ടമല്ലവരെ ജീവിക്കും. അത് ചെയ്യാൻ താനാരാ? നിർത്തടി നിന്റെ കാര്യം പറച്ചില്. ഒരുപാടായി. ആഹാ, നിന്റെ അഹങ്കാരം എന്താ നിർത്തലടി? നിങ്ങളെന്നെ തല്ലിയല്ലേ? കാണിച്ചു തരോടെ നിങ്ങളെ ഞാൻ. മതിയായി എനിക്ക് നിങ്ങളുള്ള ജീവിതം. ഞാൻ എൻ്റെ പാട്ടിന് പോവാ. അതെ, അങ്ങനെയൊക്കെ പോയാലോ? നിന്നെ ഒരു കാര്യം പറയാനുണ്ട്. ഞാനത് കുറച്ചായിട്ട് ആലോചിക്കുന്നതാണ്. നമുക്കൊരു വക്കീലിനെ കണ്ട് ഡിവോഴ്സ് ഒപ്പിട്ടെടുത്തിട്ട് പോവാം. പക്ഷേ കൊച്ചിനെ എനിക്ക് വേണം. ആഹാ, കൊച്ചിനെ നിങ്ങൾക്ക് വേണം, അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. എൻ്റെ കൊച്ചിനെ തരത്തില്ല. അല്ലല്ലോ ആർക്ക് വേണം നിന്റെ സമ്മതം? ഞാൻ കൊണ്ടുപോകും എൻ്റെ കൊച്ചിനെ. ആഹാ, കൊണ്ടുപോകും. എനിക്കൊന്ന് കാണണല്ലോ കൊണ്ടുപോകുന്നേ. സമ്മതിക്കത്തില്ല ഞാൻ. അല്ലല്ലോ ആർക്ക് വേണം ആ നാശം പിടിച്ചതിനെ? അത് ജനിച്ച് അന്ന് തൊട്ട് എൻ്റെ കഷ്ടകാലം തുടങ്ങിയതാ. ആ പോരട്ടെ, നിങ്ങളുടെ മനസ്സിരിപ്പങ്ങ് പോരട്ടെ. കൊള്ളാലോ. താൻ അങ്ങനെ അങ്ങ് സൂചിക്കാൻ വിചാരിക്കണല്ലോ. താൻ തന്നെ വെച്ചോ അവളെ, എനിക്കൊന്നും വേണ്ട അതിനെ. ദൈവമേ, എൻ്റെ അച്ഛനും അമ്മയ്ക്ക് ഇത് എന്ത് പറ്റി? ഡിവോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? അവർക്ക് എന്നെ ഈ പറ്റിയേ? ആണ്ടെ അവർ ഒരുങ്ങിപ്പോന്നു. എന്നെ ഒന്ന് നോക്കിയത് പോലും ഇല്ല. കൂടെ വരുന്നത് ചോദിച്ചതുമില്ല. ഞാൻ എന്ത് തെറ്റാ ചെയ്തേ? എന്നെ അവർക്ക് വേണ്ടേ? അവര് പോയാ ആരാ എനിക്ക് പുതിയ ഉടുപ്പ് മേടിച്ചു തരുന്നേ? ആരാ എന്നെ സ്കൂളിൽ ഒരുക്കി വിടുന്നേ? അവരെന്നെ കാണാൻ വരുവോ? എന്നെ കൊണ്ടുപോവോ? എനിക്ക് ആരുമില്ല. ദൈവമേ, രാത്രിയാവുക. ഞാൻ എവിടെ കിടക്കും? എനിക്കാണ് പേടിയായിട്ട് വയ്യ. ദൈവമേ, നീ എനിക്കുള്ളൂ. നീ എൻ്റെ ആകെ ആശ്രയം. എന്നെ കൈവിടല്ലേ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ സമൂഹത്തിൽ ഈ കുഞ്ഞിനെ പോലെ അനേകമായിരം കുഞ്ഞുങ്ങളുണ്ട്. അച്ഛനും അമ്മയും ഉണ്ടായിട്ടും അവരുടെ സ്നേഹം ലഭിക്കാതെ അനാഥരായി ജീവിക്കേണ്ടി വന്നവർ. നാം ഓരോരുത്തരും ഒരു കാര്യം ഓർക്കുന്നത് ഏറെ നന്നായിരിക്കും. ഓരോ കുഞ്ഞും ദൈവത്തിൻ്റെ ദാനമാണ്. അവരെ പരസ്പര സ്നേഹത്തിലും വിശ്വാസത്തിലും നയിക്കാൻ ഓരോ മാതാപിതാക്കൾക്കും കടമയുണ്ട്. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ കൊച്ചുമോളെ നിർത്തുന്നു. ജയ് ക്രൈസ്റ്റ്. ആൽഫി, ഈ മോണായിട്ടിലൂടെ എന്താ മോക്ക് മനസ്സിലായത്? മാതാപിതാക്കളുടെ സ്നേഹമില്ലാത്ത കുടുംബം. മാതാപിതാക്കളുടെ സ്നേഹമില്ലാത്ത ഒരു കുടുംബം. അമലിന് എന്താ അമൽ മനസ്സിലായത്?
മാതാപിതാക്കൾ തമ്മിലുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളിലൂടെ കുഞ്ഞു മനസ്സിന് നൊമ്പരമേൽക്കുകയാണ്. മാതാപിതാക്കൾ തമ്മിലുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളുടെ കുഞ്ഞു മനസ്സിൽ നൊമ്പരമേൽക്കുന്നു അല്ലേ? ജെഫിൻ ഒന്ന് പറഞ്ഞേ, എന്താണ് ഈ മോണൈറ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്? മാതാപിതാക്കൾ വഴക്കുണ്ടാക്കുന്നതിൽ ഒരു കുടുംബം തന്നെ തകർന്നു പോവുകയാണ്. മാതാപിതാക്കൾ പരസ്പരം സ്നേഹമില്ലാതെ വഴക്കുണ്ടാകുന്നുണ്ട്, ഒരു കുടുംബം തന്നെ തകർന്നു പോകുന്നു അല്ലേ? ഇപ്പൊ ആധുനിക കുടുംബങ്ങൾ ഇപ്പോൾ പലപ്പോഴും ഇങ്ങനെയാണ് അല്ലേ? മാതാപിതാക്കൾ തമ്മിൽ പരസ്പരം സ്നേഹമില്ല, പരസ്പരം അംഗീകരിക്കുന്നില്ല, പരസ്പരം മനസ്സിലാക്കുന്നില്ല, നല്ല ബന്ധങ്ങൾ സ്ഥാപിക്കുന്നില്ല. അപ്പം നമുക്ക് എപ്പോഴും നമ്മൾ നല്ല കൂട്ടുകാരെ തിരഞ്ഞെടുക്കുമ്പോൾ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തിരുക്കുടുംബത്തിലെ കൂട്ടുകാരെ നമ്മൾ തിരഞ്ഞെടുക്കണം. അവർ നമ്മുടെ മാതൃകയായിരിക്കണം അല്ലേ? ഇപ്പം തിരുക്കുടുംബത്തിൽ എന്തൊക്കെയായിരുന്നു ഉണ്ടായിരുന്നു? നമ്മൾ നേരത്തെ പഠിച്ചത് എന്താണ്? തിരുക്കുടുംബത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയായിരുന്നു? ഒന്ന്, അധ്വാനശീലം, പ്രാർത്ഥനാശീലം, വിധേയത്വവും അനുസരണവും. ഇതുപോലുള്ള കുടുംബങ്ങളെ രൂപപ്പെടുത്താനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. തിരുവചനത്തിൽ ഈശോ എങ്ങനെയാണ് വളർന്നു വന്നതെന്ന് പറയുന്നുണ്ട്. നമുക്കതൊന്ന് വായിക്കാം. റിയ നമുക്ക് വേണ്ടി അത് വായിച്ചു തരും. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 52-ാം വാക്യം. യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വന്നു. ഒന്നുകൂടെ നമുക്ക് ഏറ്റുചൊല്ലാം വചനം. ഈശോ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വന്നു. ഇതുപോലെ നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളിൽ നമ്മളും ഇങ്ങനെ വളർന്നു വരുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കൊരു പാട്ടുപാടി പ്രാർത്ഥിച്ചാലോ? റോസ്മേരി നമുക്ക് വേണ്ടി പാട്ടുപാടി പ്രാർത്ഥിക്കും. കുഞ്ഞിളം കൈകൾ കൂപ്പി ഹല്ലേലൂയ ഞങ്ങൾ പാടാം, ഈശോയെ നീയൊന്നു വാവാ, കൂടെ കളിക്കാൻ വാവാ. കുഞ്ഞിളം കൈകൾ കൂപ്പി ഹല്ലേലൂയ ഞങ്ങൾ പാടാം, ഈശോയെ നീയൊന്നു വാവാ, കൂടെ കളിക്കാൻ വാവാ. കുഞ്ഞിളം കൈകൾ കൂപ്പി ഹല്ലേലൂയ ഞങ്ങൾ പാടാം, ഈശോയെ നീയൊന്നു വാവാ, കൂടെ കളിക്കാൻ വാവാ. അതേ കൂട്ടുകാരെ, നമുക്കും ഉണ്ണീശോയുടെ കൂടെ പാടി പ്രാർത്ഥിക്കാം. കുഞ്ഞിളം കൈകൾ കൂപ്പി ഹല്ലേലൂയ ഞങ്ങൾ പാടാം, ഈശോയെ നീയൊന്നു വാവാ, കൂടെ കളിക്കാൻ വാവാ.
കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടമായോ? അടുത്ത എപ്പിസോഡിൽ കാണുന്നത് വരെ ബൈ. ഹായ് ജീസസ്. ഹലോ ജീസസ്. നെക്സ്റ്റ് തിരുവോണം. സ്റ്റോപ്പ് വള്ളംകളി.